നന്നായി കഴിക്കുമോളെ. എത്ര ദിവസം എങ്ങനെ ഇരിക്കുക? ഇവൻ ചെയ്ത പണിക്ക് ഏത് ദൈവമാണാവോ ഇവനെ ശപിച്ചിരിക്കുന്നത്? ജനിച്ച ഉടനെ കുഞ്ഞു മരിച്ചുപോയില്ലേ? അതോർത്ത് നീ വിഷമിക്കണ്ട മോളെ. കഴിക്കുമോളെ. എടാ എടാ നീ എങ്ങോട്ടാ മോളെ? ഷൂ ഇവൻ എന്താ ഇത്? പ്രേമം പുരോഗമിച്ചെന്ന് തോന്നുന്നു. ഒരു ലഡു ഇന്ന് കുപ്പി മുഴുവൻ ലഡുവായല്ലോ. എങ്ങനെ കണ്ടുപിടിച്ചു? ഭ്രാന്തനാണെന്നാ വിചാരിച്ചേ. കൊഴപ്പില്ല, ബുദ്ധിയുണ്ടല്ലോ. വാടി പോകാം. പിന്നെ മാമ ഈ വർഷം ദാരിദ്ര്യമില്ലാതാവോ? അത് നിങ്ങൾക്ക് എന്നെ അറിയാലോ. അതെടുത്തോണ്ട് ഇവിടെ കൊണ്ടിട്ടാ. എന്താടോ വാദ്യാരെ, എന്താ തന്റെ കഥ? ഇവനൊരു കാര്യമില്ലാതെ ഇങ്ങോട്ട് വരില്ലല്ലോ. ഈ യജമാനുള്ളവരെ എനിക്ക് ട്രാൻസ്ഫർ ഒന്നും ഉണ്ടാവില്ല. അത് വേറെ ഒന്നുമല്ല യജമാനെ, വെയിലിന്റെ ചൂടുകൊണ്ട് പള്ളിക്കൂടത്തില് പിള്ളേര് വേർത്ത് കുളിച്ചിരിക്കുക. യജമാൻ ഒരു ഫാന് മേടിച്ചെന്നാ പിള്ളേര് തണുപ്പത്തിരുന്ന് പഠിക്കും. പങ്ക തനിക്കോ അതോ ഞങ്ങളുടെ കുട്ടികൾക്കോ? യജമാന് മകൻ ജനിച്ച ഞാൻ 2 ഫാൻ മേടിച്ചു തരാം. അവനെ പിടിക്കടാ. യജമാനെ അയ്യോ വേണ്ട. ഇനി ഒരിക്കൽ കൂടി എന്റെ കുട്ടികളെ കുറിച്ച് പറഞ്ഞ ആ പങ്കയിൽ നിന്നെ കെട്ടി തൂക്കും. അയ്യോ യജമാനെ, എന്നോട് ക്ഷമിക്കണേ, എന്നോട് ക്ഷമിക്കണേ. അമ്മേ എന്താ ഇത്? ഇത് ഞങ്ങളുടെ പൂർവികരുടെ വിഗ്രഹമാണ്. നന്നായി തിളങ്ങുന്നുണ്ടല്ലോ. ദൈവത്തിന്റെ ശക്തിയാ. അതുണ്ടായത് കൊണ്ടാ ഈ സമ്പത്തും ഐശ്വര്യം ഒക്കെ ഞങ്ങൾക്കുണ്ടായത്. ഇവന്റെ അനിയത്തി ആരും കൂടിയെ കറങ്ങി കിടന്ന്. എന്നെങ്കിലും ഒരു ദിവസം എല്ലാരും അറിയില്ലേ ഇതൊക്കെ? നിനക്ക് അവളെ നോക്ക് 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 നോക്കടാ, നോക്ക് കാണോ ഇருக்கு. കണ്ടോ കണ്ടോ? നാട്ടിലുള്ളവർ തമ്മിൽ തല്ലേ ഏമാനെ. അതാ എനിക്ക് ആവശ്യം. അവരുടെ ശബ്ദം കൂട്ടാൻ പറ. എത്ര ധൈര്യടാ. മുത്തേ, നിനക്ക് ഓർമ്മയുണ്ടോ? ചെറുതിലെ ഇത് ആരെങ്കിലും കയ്യിലെടുത്താ നിനക്ക് അത്രയ്ക്ക് ദേഷ്യം വരുമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിലും ചെറുതിലെ മുതൽ നിന്നെ ഈ ഉള്ളം കയ്യിൽ വെച്ചാണ് ഞാൻ നോക്കിയിരുന്നത്. അതിന്റെ ഇടയ്ക്ക് ഏതോ ഒരുത്തൻ കേറി വന്നു കഴിഞ്ഞാ ഈ മനസ്സെങ്ങനെ താങ്ങും? ഒരു കളിപ്പാട്ട് എടുത്തപ്പോ നിനക്ക് അത്രയും ദേഷ്യം വന്നെങ്കിൽ നീ എന്റെ പ്രാണനല്ലേ? ഈ ചേട്ടന്റെ മാനയും നാട്ടിൽ പോയി കഴിഞ്ഞാ നിനക്ക് ഒരു കുഴപ്പമില്ലല്ലേ മോളെ?
ഏട്ടാ അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ. എനിക്ക് ഏട്ടെന്ന് പറഞ്ഞ ജീവനാ. അദ്ദേഹത്തിന് നിന്നെ ഇഷ്ടമല്ല. അതുകൊണ്ട് നീ എന്നെ മറന്നേക്ക്. മുത്തേ, അങ്ങനെ പറയലേ മുത്തേ. എനിക്ക് നീയാണ് ജീവൻ. നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. നീ പറഞ്ഞു, ഞാൻ ചെയ്തോളാം. നോക്കട്ടെ, അവിടെ എന്റെ പേരൊന്ന് എഴുതി കാണിച്ചേ. എന്തിനാ ആവശ്യമില്ലാതെ ഇതൊക്കെ. മുത്തേ, ഞാൻ പോവാ. നീ അവിടെ നിൽക്കേ. അതല്ലാതെ നീ വേറെ എന്ത് വേണമെങ്കിലും ചോദിച്ചോ. നീ പോയി ആ കിണറ്റിലൊന്ന് ചാടിക്കാൻ നോക്കട്ടെ. നമുക്ക് പോകാം. അല്ല മുത്തേ, എനിക്ക് വെള്ളം കണ്ട പേടിയാ. ഒന്ന് പോടോ. അല്ല വാടി. മുത്തേ, നീ ശങ്കറിന്റെ വീട്ടിൽ നിന്ന് 2 കിലോ ഗോതമ്പ് മോഷ്ടിച്ചതിന് ഞാൻ അവന് 3 കിലോ ഗോതമ്പാ കൊടുക്കാൻ പോകുന്നത്. അതിന് പകരം നിന്റെ മകൻ 4 വർഷം എനിക്ക് ജോലി ചെയ്യണം. 2 പേർക്ക് ഒരു പക്ഷപാതവും ഇല്ല. 2, 3, 4 അത്രയേ ഉള്ളൂ. വാടാ വാ. വീണ്ടും എണീറ്റ് പോ. ഇരിക്കടാ, ഇരിക്കാൻ. അത് തന്നെ. നിങ്ങളോട് എല്ലാവരോടും ഒരു കഥ പറയാം. നന്നായി കേട്ടോ. കൊക്കിനെ പോലെ വ്യത്യസ്തമായൊരു പക്ഷിയുണ്ടായിരുന്നു. കാലങ്ങൾ പോകുന്തോറും എല്ലാ പക്ഷികളും ചത്തൊടുങ്ങി 5 പക്ഷികൾ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഓരോ പക്ഷികളും തങ്ങളുടെ വംശം നിലനിർത്താൻ വേണ്ടി ഓരോ ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് യാത്ര തിരിച്ചു. ഒരു ഭാഗം നോക്കുമ്പോൾ അത് കണ്ണെത്താ ദൂരത്തോളം ദൂരത്തായിരുന്നു. മറ്റൊരു ഭാഗത്ത് അതിന്റെ നാശം. ഇതിനെക്കുറിച്ചൊക്കെ ഓർത്ത് ഭയന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് പോകണ്ട എന്ന് തീരുമാനമെടുത്തു. പക്ഷെ അതിലൊരു പക്ഷി എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്നൊരു തീരുമാനമെടുത്തു. പല മലകൾ താണ്ടി, വലിയ മരുഭൂമികൾ താണ്ടി, വലിയ കടലും താണ്ടി അതിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരുത്തനും വെടിവെച്ച് അതിനെ താഴെയിട്ടു. എന്നിട്ട് എന്ത് പറ്റി യജമാനെ? ചത്തുപോയി. അതിനെ വെടിവെച്ചത് മറ്റാരുമല്ല, ഞാൻ തന്നെ. ഈ കഥയിലെ സാരാംശം എന്താ? എന്തോ നേടിയെടുക്കാൻ വേണ്ടി പുറപ്പെട്ട പക്ഷി ചത്തുപോയി. അതും വിശ്വസിച്ച് അവിടുന്ന് പോകാതിരുന്ന പക്ഷികൾക്കൊക്കെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ പറ്റി. ആ പക്ഷികൾ മറ്റവരല്ല, ഈ ഇരിക്കുന്നവരാ. നിന്റെ ശ്രമം കൊണ്ട് നിന്റെ മരണം കാണാന്നല്ലാതെ നിന്റെ വാക്ക് കേൾക്കാൻ ഇവിടെ ഒരുത്തനും ഉണ്ടാവില്ല. യജമാന്റെ ആവശ്യക്കാരെല്ലാവരും പോയി. മുത്തിന് ആവശ്യമുള്ളത് അവളുടെ ചേട്ടനെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. കല്യാണത്തിന് തീയതി നിശ്ചയിച്ചു. അത് കേട്ടോടെ എന്നെ നെഞ്ചു തകർന്നു. എന്ത് നടന്നാലും നേരിടാന്നും പറഞ്ഞ് നേരെ കല്യാണം നടക്കുന്ന സ്ഥലത്ത് പോയി. കല്യാണം വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. പോവാൻ നിന്റെ അടുത്തായി പറയുന്നേ. മര്യാദക്ക് പൊക്കോ, അതാ നിനക്ക് നല്ലത്. നിന്റെ അടുത്തായി പറഞ്ഞ പോടാ. എടാ, ഇവനെ പിടിച്ചോണ്ട് പോ. കൊന്നുകളയും. ഏട്ടാ ഒന്ന് നിക്ക്. ഇവിടെ എന്താ ചെയ്യുന്നേ? എന്തിനാ ഇങ്ങോട്ട് വന്നേ? അങ്ങനെ ചോദിക്കുമ്പോളെ ഈ കല്യാണം നിനക്ക് ഇഷ്ടമല്ലെന്ന് എനിക്ക് അറിയാം മുത്തേ. നിനക്കെന്താ ഭ്രാന്താണോ? ഇഷ്ടമില്ലാതെ ഞാൻ എന്തിനാ അവിടെ ഇരിക്കുന്നേ? മുത്തേ, നിനക്ക് ഇഷ്ടമില്ലാതെ അവിടെ ഇരിക്കുന്നേ എനിക്കറിയാം, ഉറപ്പാ. അവള് പറഞ്ഞത് നീ കേട്ടില്ലേ? മര്യാദക്ക് പൊക്കോ, പോടാ. ഏട്ടാ, അവന്റെ ദേഹത്ത് ഒരടി വീണാലും ഞാൻ വെറുതെ വിടത്തില്ല. കൈയെടുക്ക്. 5 നിമിഷത്തിൽ കല്യാണം വെച്ചോണ്ട് ഇവിടെ വന്ന് സിംഗരിക്കുന്നോ? പറയടി. നീ പറഞ്ഞ സത്യ. എനിക്ക് ഈ കല്യാണത്തിൽ ഇഷ്ടമില്ല. ഞാൻ എന്ത് ചോദിച്ചാലും നീ ചെയ്യാന്നല്ലേ പറഞ്ഞേ. ഇപ്പൊ ചോദിക്കാം, ചെയ്യോ? ഇവനെ അടിക്ക്. എന്ത്? ഈ ഭ്രാന്തൻ എന്നെ തല്ലുന്നോ? ഇവനാ? എടാ തല്ലടാ, തല്ലാൻ. എടാ തല്ലടാ, തല്ലാനാ പറഞ്ഞേ.
അടിയടാ പുല്ലേ. എന്റെ കൂടെ ഒന്ന് ജീവിച്ചു നോക്കും മുത്തേ. ഞാൻ നല്ലവനാണോ പ്രാന്തനാണോ നിനക്ക് മനസ്സിലാവും. മുത്തേ, ഏട്ടാ, അവൻ നിങ്ങളെ അടിച്ചാ എനിക്ക് സഹിക്കാൻ കഴിയില്ല. വിട്ടേക്കേ.